ഹായ് ഗൈസ്, എക്സ്എൻഎസിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോന്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ പല ആൾക്കാരുടെ യു പി ഐ ഡിയുടെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. യു പി ഐ ഡിസിന്റെ റിജക്ഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ ഫെയിൽഡ് ആകുന്ന ഇഷ്യൂസിനെ കുറിച്ചുള്ള എങ്ങനെ നമുക്ക് ആ ഒരു കാര്യം സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളതെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റിന്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ടും പല ആൾക്കാർക്കും അണ്ടർ USD ആയതുകൊണ്ട് ബിഗിനേഴ്സിനെല്ലാം ഡെപ്പോസിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെറിയൊരു ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാന്നുള്ളൊരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അതുപോലെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക. നിങ്ങൾ ഇതുവരെ എക്സ്എൻഎസിൽ അക്കൗണ്ടോ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അവിടെ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോസിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കലാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് വരുന്ന സമയത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ആ ഒരു ഡെപ്പോസിറ്റ് അപ്ഡേറ്റും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നോക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. മൊത്തമായിട്ട് കണ്ടിട്ട് ആ അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എക്സ്എൻഎസിന്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ഏരിയയിലേക്ക് പോവാം. ഇവിടെ ഓൾ പേയ്മെന്റ് മെത്തേഡ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേയ്മെന്റ് മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്, പല ആൾക്കാർക്കും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ലിമിറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് നമുക്ക് നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് യു പി ഐനെ കുറിച്ചുള്ള വീഡിയോസും അതേപോലെ യു പി ഐ ട്രാൻസാക്ഷൻസിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ഡെപ്പോസിറ്റും അതേപോലെ തന്നെ വിഡ്രോ വളരെ സെക്യൂർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ബാങ്ക് ഫ്രീസോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എൻ്റെ യു പി ഐ ഡിയുടെ ആ ഒരു ഏരിയയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് നോക്കിക്കണ്ട മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്കിപ്പം മിനിമം എമൗണ്ട്, അതായത് താഴെ കാണിക്കുന്നുണ്ട് 9210 90,071 എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതെന്താണ് മിനിമം നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ 9210, അതായത് 100 USD ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫണ്ടും കാര്യങ്ങളും നമ്മുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് വാലറ്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് നമുക്ക് 10 USD, അതായത് 1200 രൂപ മുതൽ ഒരു 5000 രൂപയെല്ലാം മിനിമം ഡെപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മാറിയിട്ട് 100 USDയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഡെപ്പോസിറ്റ്, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല ആൾക്കാർക്കും ഡെപ്പോസിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മെസ്സേജും കാര്യങ്ങളും വന്നിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ വേറെ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം വേറെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ USDTയുടെ ERC20 ഉണ്ട്. നമുക്ക് ഇത് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് എക്സ്എൻഎസിൻ്റെ വാലറ്റ് ID ഉണ്ട്. ആ ഒരു വാലറ്റ് IDയിലേക്ക് നമുക്ക് മറ്റു വാലറ്റുകളിൽ നിന്ന് ഫണ്ടും കാര്യങ്ങളും, അതായത് USDT ആയിട്ട് ഫണ്ടും കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസും കാര്യങ്ങളും കാണിക്കുന്നതാണ്. ആ ഒരു ബാലൻസും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു വാലറ്റ് IDയും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടാവും. ഈ ഒരു വാലറ്റിലേക്ക് ഫണ്ടും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാവും, അതായത് മറ്റൊരു വാലറ്റിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മിനിമം 10 USDയിൽ നമുക്ക് ഇപ്പം മിനിമം കാണിച്ചുതരാം. ഇവിടെ മിനിമം 10 USD തൊട്ട് ഇത്ര ലിമിറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ERC20 ആണ് പറഞ്ഞിട്ടുള്ളത്. സെയിം തന്നെ നമുക്ക് TRC20 ചെയ്യാൻ പറ്റുന്നതാണ്. എതീറിയം വാലറ്റിന് ചെയ്യാൻ പറ്റുന്നതാണ്. ബിറ്റ്കോയിൻ വാലറ്റിനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ മറ്റ് UPI എക്സ്പ്രസ്, UPI ഡയറക്റ്റ് എല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് $100 ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബാങ്ക് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് $200 ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു 2 ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതീറിയം വഴി നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ, ERC20 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്മുടെ UPI ഐഡിയിലേക്ക് പോവാം. ഓക്കെ, നമുക്കിവിടെ 50 USD ആണ് നമ്മുടെ ഈ ഒരു വാലറ്റിൽ, അതായത് നമ്മുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ വെക്കേണ്ടതുണ്ട് എങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് ഒരു 62 USD ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഒരു 62 USD അല്ലെങ്കിൽ ഒരു 50 USD അവിടെ വെക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, ട്രേഡ് ചെയ്യാൻ റിസ്ക് ചെയ്ത് വെക്കാനുള്ളത് എങ്കിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 USD തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, 9210 രൂപ ഉണ്ടെങ്കിൽ 100 USD നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഒരു 100 USD ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഫണ്ടും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വിഡ്രോയിലേക്ക് പോവാം. വിഡ്രോയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാകുക? ഓൺലൈൻ ബാങ്ക് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാകുക. നിങ്ങൾ ആ ഒരു ഫുൾ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തു, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഫണ്ട് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ പറയുന്ന കാര്യം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക്
അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വിഡ്രോസും കാര്യങ്ങളും പിന്നീട് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് മിനിമം 15 USD തൊട്ട്, അതായത് ബാക്കിയുള്ള $50 നമുക്ക് ഇവിടുന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ ആ ഒരു കറൻസി റേറ്റും കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 4600 ആയിരുന്നു നമ്മൾ നേരത്തെ $50 ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിഡ്രോ ചെയ്യുന്ന സമയത്തായിരുന്നു $100 കുറവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 4500 രൂപയായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, കറൻസി റേറ്റും കാര്യങ്ങളും ഡെപ്പോസിറ്റും അതേപോലെ വിഡ്രോ ചെയ്യുന്ന സമയത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ട്രേഡും കാര്യങ്ങളും പോയിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കറൻസി പെയർ എടുക്കുക, ആ ഒരു കറൻസി പെയറിലേക്ക് പോയിട്ട് 0.01 ലോട്ടറിൽ എടുത്തിട്ട് ഒരു 2 ദിവസം എല്ലാം ട്രേഡ് എടുക്കുക. ഓക്കെ, അങ്ങനെ ട്രേഡ് എടുത്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഒരു ദിവസം എന്തായാലും ഒരു 2-3 ട്രേഡ് എടുത്തിട്ട് അന്ന് വിഡ്രോ അടിക്കാതെ പിറ്റേന്ന് പോയിട്ട് വിഡ്രോ അടിക്കാൻ നോക്കുക. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അപ്പം തന്നെ വിഡ്രോ ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരുടെയും നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ഒരു UPIDയുടെ ഏരിയയിലേക്ക് പോകുന്നുണ്ടല്ലേ, ഈ ഒരു UPIDയുടെ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. പല ആൾക്കാരുടെയും UPIDs ബാൻ ആകുന്നുണ്ട്. അതായത് ബാൻ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ട്രാൻസാക്ഷൻ പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഇവിടെ TRC, MIRCയും UPI എക്സ്പ്രസ് എല്ലാം പറ്റുന്നുണ്ടാവും. പക്ഷേ UPID വെച്ചിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ ബ്ലോക്കഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കാണുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്ലോക്കോ കാര്യങ്ങളോ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ആ ഒരു 50 USD വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പേ 1-2 ചെറിയ ട്രേഡ് എടുക്കുക. ചെറിയ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ചെറിയ ട്രേഡ് എടുത്തതിന് ശേഷം പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ദിവസങ്ങളിലായിട്ട് വിഡ്രോ അടിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇങ്ങനെ സെയിം ഡേ തന്നെ വിഡ്രോസും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് UPIDയുടെ ആ ഒരു സ്റ്റക്കും കാര്യങ്ങൾ, അതേപോലെ ആ ഒരു ഫ്രീസും കാര്യങ്ങളാകുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട വേറൊരു കാര്യമാണ് കറൻസി റേറ്റ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും വിഡ്രോ ചെയ്യുന്ന സമയത്ത് കറൻസി റേറ്റ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് തന്നെ വിഡ്രോ ചെയ്യാതെ 1-2 ട്രേഡുകൾ എടുത്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾ പേ ഔട്ട്, അതായത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം ഈ ഒരു UPIയുടെ ഓപ്ഷൻ പോകുന്നുണ്ട്. അതുപോലെ പല ആൾക്കാർക്കും UPIDയുടെ ഇപ്പോൾ ഉള്ള സിനാരിയോയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ചെറിയൊരു എറേഴ്സും കാര്യങ്ങളും ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി അവർ ഇപ്പോൾ ഈ ഒരു എററും കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം UPIയുടെ ചെയ്തു റെഡി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വീണ്ടും ട്രൈ ചെയ്യാതെ, ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെ മൾട്ടിപ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ആകാനുള്ള പോസിബിലിറ്റിയും അത് പിന്നെ ബ്ലോക്ക് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം ചെയ്തതിന് ശേഷം ആകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ പിറ്റേന്നോ എല്ലായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.